ഹലോ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. റോയൽ വർക്ക്ഷോപ്പിൻ്റെ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പാജി വണ്ടി ഓടിച്ച് ഡെലിവറിക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീല് തിരിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതായത് ഫ്രണ്ടിലോട്ട് തിരിയുമ്പോൾ വീല് ബാക്കോട്ട് തിരിയുന്നതൊക്കെ തോന്നും. അതൊരു അലവീൽ നമ്മൾ എന്താ പറയുക, സായി പരോഡോ ആൻഡ് കേസ് ഇത് ഈ ബ്ലൂ വണ്ടിയിലും എല്ലാ വണ്ടിയിലും ചെയ്തിരിക്കുന്ന സാധാരണ നമ്മൾ അധികം ചെയ്യാറുള്ള സായി പരോഡോ ആൻഡ് കേസിൻ്റെ സാധനമാണ്. നിങ്ങൾ അലവീലൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം പല പജാറോയുടെ കമ്പനീൻ്റെ പജാറോ ഇജാറോ BDS IDS എന്നൊക്കെ ഒരുപാട് കമ്പനി കോപ്പികൾ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ അലൈൻമെൻറ്റും ബെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ഗ്യാരണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിലും ഗ്യാരണ്ടി ഒരു സാധനം ഗ്യാരണ്ടി ഉണ്ടാവില്ല, അത് വേറെ കാര്യം കേട്ടോ. ബട്ട് എങ്കിലും നിങ്ങൾക്ക് എന്താണ് എടുക്കുമ്പോൾ വിശ്വസിച്ച് എടുക്കാൻ പറ്റിയൊരു ബ്രാൻഡാണ് ഈ സായി പരോഡോ ആൻഡ് കേസ് എന്ന് പറഞ്ഞ ഈ ഒരു സാധനം. അത് എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. നമ്മുടെ നാട്ടിൽ ഈ പരോഡോ കോപ്പി ഇറങ്ങുന്നുണ്ട്, ഈ ജാറോ പജാറോ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കമ്പനികൾ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ കോപ്പി സാധനങ്ങളാണ്, നമ്മുടെ ഈ ഒറിജിനൽ സാധനത്തിൻ്റെ കോപ്പികളാണ്. അതുകൊണ്ട് എപ്പോഴും സായി പരോഡോ ആൻഡ് കേസ് എന്നുള്ള കമ്പനി കിട്ടുമെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കുക. നാട്ടിൽ പ്രോഫിറ്റ് കുറവായതുകൊണ്ട് അധികം കമ്പനിക്കാർ അധികം ഷോപ്പുകാരൊന്നും ഈ സാധനം വെക്കില്ല. നമുക്ക് വില കൂടുതലാണ്, അവർക്ക് പ്രോഫിറ്റ് കുറവുമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അധികം ഈ കോപ്പി സാധനങ്ങളാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. അതൊക്കെ എവിടുന്നെങ്കിലൊക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വില നോക്കണ്ട, കാരണം മറ്റുള്ളതിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ബെൻഡ് ആവുന്നതും കാര്യങ്ങളും ഒരു 8,000-10,000 രൂപ നഷ്ടപ്പെടുക വെച്ചാൽ ചില്ലറ കാശൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ മോഡിഫിക്കേഷൻ വെച്ച് ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത MVD പ്രശ്നമില്ല, പോലീസ് കേസ് പ്രശ്നമില്ല എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രശ്നമാണെന്ന് വെച്ചാൽ പ്രശ്നമാണ്, പ്രശ്നമില്ലാന്ന് വെച്ചാൽ പ്രശ്നമില്ല. പഴയ മോഡൽ വണ്ടികൾ എപ്പോഴും ഏതൊരു ആൾക്കാരും ഒരു കാണുമ്പോൾ ഒരു ഹരമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്കെല്ലാവരും ഇത്രയും കാശ് ചിലവാക്കിയിട്ട് ഈ വണ്ടി ചെയ്യാം. അല്ലെങ്കിൽ പലരും ചോദിക്കും ഭ്രാന്തുണ്ടെന്നൊക്കെ ചോദിക്കും. ഒരിടത്തിൽ ഭ്രാന്ത് തന്നെയാണ്. ഇപ്പം ഞാനൊക്കെ എൻ്റെ വണ്ടി ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കാശ് നോക്കിയിട്ടല്ല, അതൊരു രസമാണ് നമ്മളത് ചെയ്യുന്നതും കാര്യങ്ങളും. അത്രയും നമ്മൾ കാശ് മുടക്കി ചെയ്യുന്നത് നമുക്കൊരു വികാരമാണ്. ഇപ്പം ഞാൻ തന്നെ ഇത്രയും കാശ് മുടക്കി വണ്ടികൾ കാര്യം ചെയ്യുമ്പോൾ എൻ്റെ വണ്ടിയുടെ റേറ്റ്, നിങ്ങളൊരു വണ്ടി വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു ഫുൾ വണ്ടി ഷോറൂം കണ്ടീഷൻ ഇതുപോലെ വണ്ടി വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ എത്ര എക്സ്പെൻസ് വരും നിങ്ങൾക്ക് മനസ്സിലാവാം. ഇപ്പം ഞാൻ ഈ റേറ്റിന്, ഞാൻ കൊടുക്കുന്ന റേറ്റിന് വണ്ടി വർക്കും കഴിഞ്ഞ് ഫുള്ള് വർക്ക് നിങ്ങളുടെ മുമ്പ് തന്നെ തിരൂരിൽ തന്നെ ഫുള്ള് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാണ്ട് ഞാനിതെന്ന് പറയാം അവിടുന്ന് വണ്ടി വാങ്ങിച്ചൊന്നല്ല. നോക്കിയാൽ വീല് തിരിഞ്ഞ് നോക്കി നിങ്ങൾ ബാക്കോട്ട് തിരിഞ്ഞാൽ രസമല്ലേ. പാജി ഡെലിവറി കൊണ്ടുപോവാണ്. നമ്മുടെ ഒരു വണ്ടി പൊന്നാനി ഭാഗത്തോട്ടൊരു ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ പാജി തന്നെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് ചാവിയൊക്കെ കൊടുത്തു. അപ്പോൾ ആ കൊടുക്കുന്ന നേരത്ത് പൊന്നാനി നമ്മുടെ പുഴയുടെ ഭാഗത്തു നിന്നാണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ പറയായിരുന്നു നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ കേസിൽ വലിയ ടെൻഷൻ നോക്കും. ഇത്രയും നമ്മൾ ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെ വണ്ടിയുടെ രജിസ്ട്രേഷൻ കേസിനോ ഒരു കേസിനും എവിടെ ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചില്ല. ഇത്രയും വണ്ടികൾ ഞാൻ മിനിമം 2,000-2,500 വണ്ടിയോളം ടോട്ടൽ കേരളത്തിൽ ഇന്ത്യക്കായിട്ട് ടോട്ടലായിട്ട് കൊടുത്തു. ഇതുവരെ ഒരു തരത്തിലുള്ള കംപ്ലയിൻസും ഇത് വന്നിട്ടില്ല. 2,500 കിട്ടുന്ന ചിലർക്ക് ഇത് തള്ളാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷോപ്പിലൊന്ന് രജിസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും നമുക്ക് മോഡിഫിക്കേഷൻ വലിയൊരു കുഴപ്പം വരില്ല. മോഡിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏത് വണ്ടി പിടിച്ചാലും മോഡിഫിക്കേഷൻ തന്നെയല്ല മോശം. കാരണം സൈലൻസർ മുതൽ എല്ലാ സാധനവും നമ്മൾ പഴയ ഒറിജിനൽ സാധനം വെക്കുന്നില്ല, വേറെ സാധനങ്ങളാണ് വെക്കുന്നത്. മോഡിഫിക്കേഷൻ എല്ലാ വണ്ടിയിലും ഉണ്ട്, അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമൻറ്റ്സ് ചെയ്യുക. നിങ്ങൾക്ക് റിപ്ലൈ തരാൻ മാക്സിമം ട്രൈ ചെയ്യാം. താങ്ക് യു.